രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ പാർലമെന്ററി പാനൽ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. പല സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനമാണ് നൽകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ശുപാർശ നൽകിയത്. തൊഴിലാളികൾക്ക് നൽകുന്ന തുക അപര്യാപ്തമാണെന്നും വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവിന് അനുസൃതമല്ലെന്ന നിരീക്ഷണവും ഗ്രാമവികസനത്തിനും പഞ്ചായത്തി രാജിനുമുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണ്ടെത്തി. ഈ വർഷം ആദ്യം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയുടെ കുറഞ്ഞ നിരക്ക് 234 കൂടിയ നിരക്ക് 374 രൂപയുമാണ്. ഹരിയാനയിലും സിക്കിമിലും 3 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഏറ്റവും ഉയർന്ന കൂലി നിരക്ക്. ഇവിടങ്ങളിലെ തൊഴിലാളികൾക്ക് വേതനമായി 374 രൂപ ലഭിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ രാജ്യത്ത് ഏറ്റവും കുറച്ചു വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. 234 രൂപ മാത്രമാണ് ഇവിടെ കൂലി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും പ്രതിദിനം 237 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. കേരളത്തിൽ ഒരു ദിവസത്തെ തൊഴിലിന് 346 രൂപയാണ് കൂലി. പല സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള പ്രധാന കാരണം വളരെ കുറഞ്ഞ വേതനമാണെന്നും കോൺഗ്രസ് MP സപ്തഗിരി ശങ്കർ ഉലഗയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ ജോലികൾ ഏറ്റെടുക്കുന്നത് മറ്റ് ഉപജീവന മാർഗമോ തൊഴിൽ സാധ്യതയോ ഇല്ലാത്ത നിരവധി പാവപ്പെട്ട ഗ്രാമീണ ജനങ്ങളാണ്. അത് അവരുടെ അവസാന ആശ്രയമാണ്. ചെറിയ കൂലിയും പേയ്മെന്റ് വൈകുന്നതും അവരെ നിരുത്സാഹപ്പെടുത്തുകയും മെച്ചപ്പെട്ട പ്രതിഫലം നൽകുന്ന മേഖലയിലേക്ക് കുടിയേറാനും ജോലി തേടാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വേതനം വർദ്ധിപ്പിക്കാൻ ഗ്രാമവികസന മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മിറ്റി ഇങ്ങനെ പറഞ്ഞു. വേതന വർധനവ് പ്രാബല്യത്തിൽ വന്നാൽ കൂടിയ നിരക്ക് 400 ആയേക്കുമെന്നും സൂചനയുണ്ട്. കേരളത്തിലെ കൂലി 350 കടന്നേക്കും. ഗ്രാമപ്രദേശങ്ങളിലേത് ഓരോ കുടുംബത്തിനും സാമ്പത്തിക വർഷം പരമാവധി 100 ദിവസം തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിക്ക് കീഴിലാണ് 13.02 കോടി പേർ തൊഴിലെടുക്കുന്നുവെന്നാണ് കണക്ക്.